ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മുമ്പിട്ടിട്ടുള്ള വീഡിയോസും കൂടി ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ ലീവാണ്. 2 ദിവസം ഞാൻ പോകുന്നൊന്നുമില്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എല്ലാ പണികളും തീർത്തിട്ട് പോകാനുള്ളൊരു ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതാ പൊതുവേ മെല്ലെയാണ് നീക്കാറ്. ഇന്നൊന്നും കൂടി മെല്ലെയാണ് എണീറ്റിട്ടുള്ളത്. അങ്ങനെ നീച്ച് വന്ന് വേഗം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ അരച്ച് മാറ്റിയിട്ട് വേഗം ഫ്ലാസ്കത്തെ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ച് എന്നിട്ടൊരു കെറ്റിൽ വെള്ളം വേഗം വെച്ച്, കാരണം ഇവർക്ക് സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകണമല്ലോ. പിന്നെ ചോറൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് രാവിലെ അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ലീവ് ആയതുകൊണ്ട് തന്നെ ഏട്ടൻ വരുമ്പോഴേക്കും ചോറൊക്കെ വെച്ചാലും മതി. അപ്പോൾ ഓട്ടട ചുടുകയാണ്. കൂട്ടത്തിൽ തന്നെ ഇന്നലെ മീൻകറി ആയിരുന്നു. അപ്പോൾ അത് ബാക്കി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട, എല്ലാം ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് കണക്കാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ മീൻകറി കൂട്ടി തന്നെ കടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം ചായക്കിലെ വെള്ളം വെച്ച്. മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതുകൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ നല്ലൊരു ഉഷാറാണ്. ശരിക്കും കാപ്പിയും കാര്യങ്ങളൊന്നും ഈ മൈഗ്രെയിൻ തലവേദന വരുമ്പോൾ കുടിക്കരുത് എന്നാണ്. പക്ഷേ എനിക്കാണെങ്കിൽ തലവേദന വരുമ്പോൾ കാപ്പി കിട്ടിയേ പറ്റൂ. അപ്പോൾ വേഗം ആ കാപ്പിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഒന്ന് വേഗം കുപ്പിയിൽ ഒഴിച്ച് വെച്ചേ. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഏട്ടനാക്കാൻ, കാരണം വെള്ളം ഇപ്പോൾ തിളപ്പിച്ച് വെച്ചുകൊണ്ട് തണുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്കുള്ളത് വേഗം ആക്കി വെച്ചേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാപ്പി ഉണ്ടാക്കിയിട്ട് അത് ആസ്വദിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുപ്പത്ത് കടി വെച്ച കാര്യം ഞാനങ്ങ് മറന്നുപോയി. തിരിച്ച് തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ചട്ടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുത്തത് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നേ. അപ്പോൾ കടി വേവാത്തതുകൊണ്ട് എന്താ വേവാത്തതെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് ഗ്യാസ് തീർന്നത് അറിഞ്ഞത്. പിന്നെ വേഗം ഏട്ടൻ വന്ന് ഗ്യാസൊക്കെ മാറ്റി നിന്ന് ബാക്കിയും കൂടി ചുറ്റിട്ട് മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. കൺമണിക്കുട്ടി എന്നെ കണ്ടപ്പോൾ കണ്ണടച്ചിട്ട് വെറുതെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ തനിക്കുട്ടീനെ വിളിച്ച് നീപ്പിച്ചിട്ട് പല്ലേച്ച് കുളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞേച്ചേ. പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ആക്കി കൊടുക്കണ്ടല്ലോ. അപ്പോൾ വേഗം പാത്രമൊക്കെ അടച്ചു വെച്ച് ഏട്ടനിലെ കടിയും ആക്കിയേ. കുട്ടികൾക്ക് പപ്പടം ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പൊരിക്കാറാണ്. ഇന്നെന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ പൊരിച്ചു പോയി. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് പാത്രത്തിലാക്കി കൊടുത്തിട്ടോ. അങ്ങനെ ആക്കുന്ന തനിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കരയും, കാരണം അവൾക്ക് ഇങ്ങനെ പൊടിച്ചിട്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കുഞ്ഞിപ്പപ്പടം എന്ന് പറഞ്ഞിട്ട് ഞാനതിങ്ങനെ മുറിച്ചിട്ട് പൊരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവൾ വേഗം പല്ലേച്ച് കുളിക്കാൻ പോയ തക്കത്തിൽ ഞാൻ വേഗം പൊളിച്ചാക്കി കൊടുത്തേ. ഇതാകുമ്പോൾ സ്കൂളിൽ പോയിട്ടല്ലേ ഇനി കാണത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇന്ന് മൊത്തം കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും. നീച്ച് വന്നപ്പോൾ ഇന്ന് കാൾ കരയാത്തതുകൊണ്ട് ഇതായിരിക്കും കരയാനുള്ളൊരു കാരണം. അതുകൊണ്ട് പിന്നെ വേഗം അതിന് നിന്നില്ല, വേഗം അടച്ചവിടെ വെച്ച് എന്നിട്ട് വേഗം പോയിട്ട് റൂമൊക്കെ ഒന്ന് വെറുതെ തട്ടണേ. ഇതിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, സാധാരണ ഞാൻ അടിച്ചുവരി തുടക്കുന്ന സമയത്ത് ഇതുപോലെ മുക്കും മൂലയൊക്കെ ഒന്ന് തട്ടും. മാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും തട്ടി വൃത്തിയാക്കുമ്പോൾ നല്ലതല്ലേ. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വലിച്ച് മാറ്റിയിട്ട് അവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു മഴക്കാലമാണെന്ന് തോന്നുന്നു തന്നെയല്ല. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം അലക്കി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ചവിട്ടി അതുപോലെ തന്നെ നമ്മളെ മസാലക്കുപ്പികളും എല്ലാം ഞാൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം 2 ദിവസം മുന്നാണ് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയത്. വെയിൽ കാണുമ്പോൾ എന്തൊക്കെ പണികളാണ് എടുക്കേണ്ടതെന്ന് ഇനി അറിയില്ല. എന്തൊക്കെയൊക്കെയോ വലിച്ചിട്ട് തിരുമ്പാനും കഴുകാനൊക്കെ തോന്നും, കാരണം ഇനിയിപ്പോൾ മഴയായി കഴിഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ എളുപ്പം വേഗം അടിച്ചൊന്ന് വൃത്തിയാക്കിയിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് പായൊക്കെ മടക്കി വെച്ചേ. അടിച്ചൊന്നും വരാൻ നിന്നില്ല, മക്കൾ പോയിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ അവരെ ചാടിക്കലൊക്കെ കഴിഞ്ഞിട്ട് മാറ്റിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തനിക്കുട്ടി ഇന്നലെ സ്കൂളിൽ നിന്ന് വീണിട്ട് ആൾ സ്കൂൾ വിട്ട് വന്നിട്ട് എന്നോട് പറയാതെ യൂണിഫോമിൻ്റെ ചളിയൊക്കെ തുടച്ച് കളയുന്നുണ്ടായിരുന്നേ. കുട്ടി അകത്തേക്ക് കയറാത്തതുകൊണ്ട് ഞാൻ പതിയെ പുറത്തു പോയിട്ട് നോക്കിയതാണ്. അപ്പം ആൾ ആ ചളിയൊക്കെ തുടച്ചളിയണേ. എങ്ങനെയെന്ന് ചോദിച്ചിട്ട് പറയുന്നതന്നെയല്ല. പിന്നെ എൻ്റെ നിന്ന് നല്ല രീതിയിൽ ചീത്തയൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു. അപ്പോൾ ഇനി വീഴുകയാണെങ്കിൽ വന്ന് പറയണമെന്നും അതുപോലെ തന്നെ ചളിയാക്കിയിട്ട് വരരുതെന്നൊക്കെയാണ് പറയുന്നത്. കൂട്ടത്തിൽ ബെൽറ്റ് ഇടുന്ന സമയത്താണ് പുതിയ ബെൽറ്റിനെ പറ്റിയിട്ട് തനിക്കുട്ടി പറയുന്നത് കേട്ടോ. മിസ്സിൻ്റെ അടുത്ത് ബെൽറ്റിന് പൈസ എത്ര വരുമെന്നും പുതിയ ബെൽറ്റ് വന്നാൽ പറയണം എന്നൊക്കെയാണ് തനിക്കുട്ടീനോട് ഞാൻ സ്കൂൾ തുറന്ന് 2ാമത്തെ ദിവസം മുതലേ പറയുന്നുണ്ട്. ആളാണെങ്കിൽ ഇതൊന്നും അവിടെ പോയി പറഞ്ഞിട്ടില്ല. എൻ്റെ വിചാരം ബെൽറ്റ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ്. ഗ്രൂപ്പിലാണെങ്കിൽ മെസ്സേജും ഞാൻ കണ്ടിട്ടില്ല.
ഇപ്പോഴാണ് തനിക്കുട്ടി ഓരോരുത്തരുടെ കയ്യിൽ ബെൽറ്റ് കിട്ടിയതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും മിസ്സിനോട് ബെൽറ്റിൻ്റെ പൈസയൊക്കെ ചോദിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ചോദിക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും മിസ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് വായിച്ചിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതാ കൺമണിക്കുട്ടീൻ്റെ മുടി കെട്ടി കൊടുക്കുകയാണേ. കൺമണിക്കുട്ടീൻ്റെ മുടി മുളഞ്ഞ് തരണ്ടെന്ന് പറഞ്ഞിട്ട് കൺമണിക്കുട്ടി ആദ്യം കുറേ കരഞ്ഞ്, പിന്നെ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുളഞ്ഞു കൊടുത്തില്ലേ. അതിൻ്റെ ഇടയിൽ മുടിയിൽ ചിക്കുടിയും കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് കരയരുതെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം തലയിൽ തൊടുക എന്ന് പറയുന്നത് കൺമണിക്കുട്ടിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ വേഗം മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് കെട്ടിയ പോലെ അല്ല എന്നറിയുന്നത്. അപ്പോൾ പിന്നെയും കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ മാറ്റി കെട്ടി കൊടുക്കാനൊന്നും നിന്നില്ല. സമയം നോക്കുമ്പോഴേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അഴിച്ച് കെട്ടുമ്പോഴേക്കും നേരാവും. മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ താത്താനെ കാണുന്നില്ലേ. സാധാരണ താത്ത വന്നിട്ട് വിളിക്കുമ്പോഴാണ് പുറത്തിറങ്ങാറ്. അപ്പോൾ ഇന്ന് താത്താക്കും നേരം മെഴുകിയിട്ടുണ്ട്. മോള് ഷൂ ഇടാൻ വേണ്ടി നിന്ന് നേരമായത്രേ. അങ്ങനെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വാതിലും അടച്ച് പുറത്തേക്ക് പോയപ്പോഴാണ് ഒരു ഓട്ടോ കിട്ടിയത്. അപ്പം 3 പേര് ഓട്ടോയിൽ കയറ്റി അങ്ങ് പറഞ്ഞയച്ചു. എനിക്ക് പിന്നെ പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം വന്നിട്ട് വീട്ടിലത്തെ ബാക്കി പണികളും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ കണ്ണ് കാണുന്ന മാറാലും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് വേഗം അടിച്ചുവാരി തുടയ്ക്കാമെന്ന് വിചാരിച്ച്. സിറ്റ് ഔട്ടിൽ ഇപ്പോൾ ചവിട്ടിയും കാര്യങ്ങളൊന്നും ഞാൻ ഇടാറേ ഇല്ല. കാരണം ആരെങ്കിലും വരുമ്പോൾ മാത്രം വേഗം ചവിട്ടി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കാറാണ്. ഞങ്ങളൊക്കെ എന്തായാലും വരുമ്പോൾ പുറകുവശത്ത് കൂടെയാണ് ഏട്ടനായാലും മക്കളായാലും ഒക്കെ കയറാറ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അധികം ചവിട്ടി ഇടാറില്ല. കാരണം പട്ടികളൊക്കെ വന്നിട്ട് ചവിട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാണ്. അങ്ങനെ വേഗം അകത്തേക്ക് വന്നിട്ട് വേഗം അവിടെയും കാണുന്ന അവിടെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് വേഗം അടിച്ചു തരാമെന്ന് വിചാരിച്ചേ. സോഫ വിരിയും കാര്യങ്ങളൊക്കെ 2 ദിവസം മുന്നേ ഇളക്കിയിട്ടുകൊണ്ട് ഉപകാരമായി. ഇന്നിപ്പോൾ എല്ലാം കൂടി ചെയ്യൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ വേഗം അവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടാണ്. കോർട്ട്യാർഡ് ഇന്ന് വൃത്തിയാക്കുന്നില്ല വിചാരിച്ചേ. കാരണം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരു ഇരട്ടി പണിയാവും. പോരാത്തതിന് നല്ല രീതിയിൽ ഉരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കുമ്പോഴേക്കും നല്ല പണിയാവുമല്ലോ. അങ്ങനെ അത് അവിടെയും വൃത്തിയാക്കി. റൂം നേരത്തെ വൃത്തിയാക്കിക്കൊണ്ട് അടിച്ചു വാരിയിടാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വേഗം അവിടേക്കൊന്ന് അടിച്ചു വാരിയിടുകയാണേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വേഗം പോയിട്ട് ഡൈനിങ് റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഹാളിലേക്ക് വന്ന സമയത്ത് അവിടെ ചെറിയ രീതിയിൽ മാറാലുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആ സോഫേൻ്റെ മേലെ കയറിയിട്ട് തട്ടി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേഗം അടിച്ചു വാരി ഇട്ടിട്ടോ. ഇനിയിപ്പം ഒരു 3 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ രണ്ടാമത് മാറ്റി കഴുകാറാവുക. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് വേഗം കാണാനായിട്ട് മാറാലൊക്കെ തട്ടിയിട്ട് അവിടെ ഒന്ന് വേഗം അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇവിടെയാണെങ്കിൽ മാറാലനേക്കാൾ കൂടുതലുള്ളത് ചെറിയ ചെറിയ പ്രാണികളാണ്. രാത്രി മക്കൾക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലൈറ്റ് എപ്പോഴും ഇട്ട് വെക്കാറുണ്ട്. കാരണം കറണ്ട് പോകുമ്പോൾ കത്തുന്ന ബൾബായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങാനും രാത്രി കറണ്ട് പോയാലും അവർക്കൊരു ബുദ്ധിമുട്ടോ പേടിയോ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇരുടാണെങ്കിൽ അവർ 2 പേരും ബാത്റൂമിൽ പോകത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ആ പാറ്റി ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് അവിടെ ഒന്ന് വേഗം തട്ടി വൃത്തിയാക്കിയിട്ടോ. ചെറിയ രീതിയിൽ കറകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ധൃതി കൂട്ടിയിട്ടല്ലേ പണിയെടുത്തിട്ട് പോകുന്നത്. അപ്പോൾ വേഗം അവിടെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ച്, ചെറുനാരങ്ങയാണ് നല്ലത്. ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടത്. കാരണം ബാക്കി പണികളൊക്കെ തീരുമ്പോഴേക്കും ആ കറകളൊക്കെ അങ്ങ് ഇളകി വന്നോളും. അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തട്ടി താണിട്ടതിന് ശേഷം അവിടെയൊക്കെ അടിച്ചു വരികയാണ്. അപ്പോൾ ഗ്യാസും കുറ്റി പുറത്ത് കൊണ്ടുപോയി വെക്കണം. പിന്നെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനത് എടുക്കാനും നിന്നില്ല. അങ്ങനെ കുറേ ഇന്നലെ സാധനങ്ങളൊക്കെ കൊടുന്ന പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ഇന്ന് അങ്ങ് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് വേഗം പിന്നെ അവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. ഈ ചുമരുന്നാണെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് കാരണം ചുമരിങ്ങനെ പൊളിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വരാലതും കൂടി ഞാൻ പൊളിച്ചങ്ങിട്ടേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മക്കളായാലും എന്തെങ്കിലുമൊക്കെ ചുമരിൽ തട്ടൊക്കെ ചെയ്താൽ അത് അവിടെ കൊഴിഞ്ഞ് വീഴും. പിന്നെ അതൊരു വൃത്തികേടായിട്ട് കിടക്കും. ഇതാണെങ്കിൽ കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പുറം ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്താ പറയുക, വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായതാണ്. നനവും കാര്യങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെ നനവ് വരുന്നതെന്ന് അറിയുന്നില്ല. ഈ ഒരു ഭാഗമാണെങ്കിൽ തേക്കാത്തതുകൊണ്ടാണ് നനവ് വരുന്നതെങ്കിലും വിചാരിക്കുക. ആ ഭാഗം അങ്ങനെയും നോക്കിയിട്ട് എന്താ വരുന്നതെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ രീതിയിൽ മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് അവിടെ ബാക്കി പൊളിഞ്ഞ് വീഴാനുള്ളതും കൂടി അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക്കും കടലാസും ഒക്കെ ഒന്ന് വേർതിരിച്ച് വെച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഈ മാസം പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന കൊണ്ടുപോയതാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്ത മാസം അവരെടുക്കാൻ വരുമ്പോഴേക്കും വേർതിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് വെച്ചേ.
അങ്ങനെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് ഇതാ അടുപ്പ് വരുത്താൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുനാരങ്ങയാണെങ്കിൽ പെട്ടെന്ന് ഈ കറ പോകട്ടോ, ഇങ്ങനെ ബലം കൊടുത്ത് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വിനാഗിരി ഒഴിക്കുമ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അത് ആദ്യം വരുത്തി തുടച്ചപ്പോൾ കറ പോകാത്തതുകൊണ്ട് ഞാൻ രണ്ടാമതും ഒന്നും കൂടി നല്ല രീതിയിൽ വരച്ച് വൃത്തിയാക്കിട്ടോ. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഡൈനിങ് റൂമിൻ്റെ പുറകുഭാഗത്ത് തോടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കൺമണിക്കുട്ടി നല്ല രീതിയിലൊരു പണി തന്നിട്ടാണ് പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഷ് ബേസൊക്കെ കഴുകുന്ന ബ്രഷ് അവൾ തോട്ടിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പാത്രം കഴുകാൻ വേണ്ടി വെച്ചൊരു സ്ക്രബ്ബർ കുറച്ച് തോന കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തിട്ട് വേണം വാഷ് ബേസും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ പുൽത്തൈലൊക്കെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് വെച്ച് സ്വിച്ചൊക്കെ തുടയ്ക്കുന്നുണ്ട്. കാരണം അരി അരയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ചിൽ കറിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വേഗം അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ പോയിട്ട് വാഷ് ബേസ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതും കൊണ്ട് ഒരുതുമ്പോൾ ശരിക്കും ഒരു വൃത്തിയായ പോലെ തോന്നുന്നില്ല. എങ്കിലും വേഗം ഒരുതി വൃത്തിയാക്കി അവിടെയൊക്കെ കഴുകി വെച്ചിട്ട് വേഗം പോയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ബാക്ക് പെയിനും തലവേദനയും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഒരുവിധം നല്ല കൂടിക്കഴിഞ്ഞാൽ മോളെ വൈകുന്നേരം കൂട്ടാൻ പോകാമെന്നുള്ളത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വേഗം പണികളൊക്കെ തീർത്തിട്ട് വേഗം കിടക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ ഡൈനിങ് റൂമും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് വന്നിക്കുകയാണ്. ബെഡ്റൂമും ഹാളും കാര്യങ്ങളൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ കോട്ടയുടെ ഒന്നും കൂടി വൃത്തിയാക്കണം. കാരണം എല്ലാ പൊടികളും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. കാണുമ്പോൾ വലിയ പൊടിയുള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇത് വലിച്ചിടുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം പൊടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കിട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടിയൊരു ശീലമുണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം യൂറിനൽ ഇൻഫെക്ഷൻ കാരണം വെയിറ്റ് ചെറിയ രീതിയിൽ കുറയുന്നുണ്ടോ എന്നൊരു സംശയമല്ല, കുറയുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളൊരു നല്ല ശീലവും തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ലിറ്ററിൻ്റെ വലിയ കുപ്പിയും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുപ്പിയിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളവും ഒഴിച്ചിട്ട് അതും എടുത്തിട്ട് കുറച്ച് നേരം ഇരുന്നേ. അപ്പോൾ കുറച്ചെങ്കിലും വെള്ളം കുടിക്കുക. കാരണം ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിന് സമാണ്. പക്ഷേ ഇനിയും വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തീരുമാനമാവും. ഈ വെള്ളം കൂടി കുറഞ്ഞുകൊണ്ടാണ് മൈഗ്രെയിൻ വന്നതും യൂറിനൽ ഇൻഫെക്ഷൻ വന്നതും ഇത്രത്തോളം ക്ഷീണം എനിക്കുള്ളതൊക്കെ. അങ്ങനെ വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പാതിയെങ്കിലും കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബായ്.